ഹലോ ഗൈസ്, റാഫി അടൂരാണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോ നമ്മളെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീടെല്ലാം കത്തി നശിച്ച വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മുടെ ഒമാനി വീട് ഇന്ന് ഒഴിയേണ്ട ലാസ്റ്റ് ദിവസമാണ്. ഇന്ന് 31 ആണ്. അപ്പോൾ ഇന്ന് ഒഴിയണം. അപ്പോൾ നമുക്ക് വേറെ വീട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ദിവസത്തിനുള്ളിലേക്ക് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച അല്ല, അപ്പോൾ ഇന്ന് എല്ലാവർക്കും അവധിയാണ്. അപ്പം നമ്മൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യണം, എല്ലാം വൃത്തിയാക്കി എടുത്ത് മാറ്റി വെക്കണം. നമുക്ക് നാളെ മറ്റന്നാളിലൊക്കെ ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ രാവിലെ പുറത്തുനിന്ന് 2 ബംഗാളികൾ വന്നിട്ടുണ്ട് ശരിയാക്കാൻ വേണ്ടിയിട്ട്, എല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ടേബിളും അത് ഇതൊക്കെ ഒന്ന് തുടച്ച് കഴുകി പുറത്തെടുത്ത് വെച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കിച്ചണിലെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങുവാണ്. അപ്പം 8 മണിക്ക് വന്നതാണ്. ഞാൻ വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എണീറ്റു. അപ്പോൾ നമ്മളിപ്പോൾ ഇനി താപ്പോട്ട് പോവാണ്. താഴത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം, കുറച്ച് കാഴ്ചകളൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 2 ഗ്ലൗസ് ഇട്ടുകൊണ്ട് പണി തുടങ്ങുകയാണ്. രാവിലെ ഇവിടെ ആൾക്കാരെല്ലാം വന്നെല്ലാം ക്ലീനിങ് തുടങ്ങി കേട്ടോ. സാധനങ്ങളെല്ലാം താപ്പോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. താഴോട്ട് പോകാൻ മതി. എല്ലാ സാധനം പുറത്തെത്തിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. കുറേ സാധനം ഷിഫ്റ്റായി വെളിയിലോട്ട്. अस्सलाम वालेकुम, कैसा है? ठीक है भाई, तुम कैसे है? अच्छा है. കണ്ടോ, ഓരോരോ സാധനങ്ങൾ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഉപയോഗിക്കാൻ കൊള്ളാത്ത സാധനങ്ങളാണ്. കണ്ടില്ലേ, എല്ലാം പുറത്തെടുത്ത് വെച്ച് വൃത്തിയാക്കി. പുറത്ത് കണ്ട 2 പേരാണ് ഇന്ന് ഇവിടെ ക്ലീനാക്കാൻ വന്നത്. നമ്മുടെ സെറ്റിയും കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. റഹ്മത്തുള്ള നഫ്സീർ, നഫ്സീർ देखे वो बोतल मिलेगा तो अच्छा था। नहीं वो कार्टून दूसरा कर, ये ना बोतल लेके आएगा तो अच्छा था। सीधे उसमें डालेगा नया वाला बोतल, इसका अंदर कुछ खराब नहीं है। अच्छा है, ये बोतल लेना, अंदर जाके बोतल लेके आएगा, अच्छा है। तो जाके आएगा। कार्टून भी ऐसे रखो तो क्यों कार्टून घर में लेके जाएगा ना, नहीं ये अभी मैं ऐसा नहीं लेके जाएगा। ഇത് ജീരകമാണ്, പിന്നെ ഇത് ബൂസ്റ്റ്, ഇതൊക്കെ നമ്മൾ മേടിച്ച് വെച്ചതായിരുന്നു. പിന്നെ ഇത് കുറച്ച് മിക്സ്ഡ് ഐറ്റംസാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഉള്ളിലൊന്നും ഒന്നും പറ്റിയിട്ടില്ല. ഇന്ന് ബോട്ടിൽ ചേഞ്ച് ചെയ്താൽ നമുക്ക് സാധനങ്ങൾ കിട്ടും കേട്ടോ. പിന്നെ ഇത് പുളിയും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ മിക്സാക്കിയിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് ജാമാണ്. ഇതിനെയും കൊള്ളത്തില്ല, ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ഇത് നമ്മൾ കളയുവാണ്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംബ്, ഇത് നമുക്ക് ഇനി ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, ഇതിന് നമ്മൾ കളയും. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഗീ ഉണ്ടായിരുന്നു, ഗീയും കൊള്ളത്തില്ല. ഇനി ഒരുപാട് ഇരുന്ന് ചൂടൊക്കെ അടിച്ചല്ലേ, നമ്മൾ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, ഇത് നമ്മൾ കളയുവാണ് കേട്ടോ.
ഇത് നമുക്കിനി ഉപയോഗിക്കാൻ കൊള്ളത്തില്ലാന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ചൂടടിച്ച് കഴിയുമ്പോൾ പന്നലാവില്ലേ, അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റുവാണ്. പിന്നെ അതിനകത്ത് കുറേ ഉണ്ട്. പിന്നെ കസ്റ്റാർഡ് പൗഡറുണ്ട്, ഇതൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാം, ഒന്നും പൊട്ടിച്ചിട്ടില്ല. പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് ഓയിലുണ്ട്, പിന്നെ കുറേ സാധനമുണ്ട്. പിന്നെ ഇത് ചിക്കൻ മസാല, അങ്ങനെ കുറേ ഐറ്റംസ്. പിന്നെ അതിനകത്ത് ഒരു ഐറ്റം ഉണ്ട് ബേക്കിംഗ് പൗഡർ. ഇത് പൊട്ടിച്ചിട്ടേ ഇല്ല, ഇതതുപോലെ തന്നെ ഉണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ സംഭവം കിട്ടും. ഇത് തൊട്ടതേ ഇല്ല, നമ്മൾ നോയമ്പിന് മേടിച്ച് വെച്ചാൽ. അങ്ങനെ കുറച്ച് സാധനമൊക്കെ ഇതിനകത്ത് കിട്ടും. കുറച്ച് സാധനമൊക്കെ നമ്മൾ പിന്നെ കളയും. അങ്ങനെ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന സാധനമൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കളയുവാണ്. കണ്ടല്ലേ, എല്ലാം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നോ നാളെ മറ്റന്നാൾ ഷിഫ്റ്റ് ചെയ്യും. നമുക്ക് അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് വില്ല കിട്ടിയേക്കുന്നത്. വേറൊരു വില്ല നമുക്ക് അപ്പുറത്തെ സൈഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഭയങ്കര ചൂട് കേട്ടോ, ഇന്ന് ഭയങ്കര ചൂട്. ഇന്നലെ 43 ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു ഒമാനിൽ ചൂട്. അപ്പോൾ ഇപ്പോൾ രാവിലെ എണീറ്റ് പണി തുടങ്ങിയതുണ്ടല്ലോ, കരിയൊക്കെ ആയി കയ്യിൽ. देखो इसका काम अच्छा, ये भयंकर होशियार, मोबाइल के अंदर होशियार आदमी, ये तेज दिमाग है, ये लोग तेज दिमाग। यूट्यूबर है ना वो, ऐसा बनाना बना रहे ना। अच्छा मत खराब बना रहे। यूट्यूबर बहुत होशियार होते सारे लोग, 2 नंबर का चालू आदमी रहते वो लोग. സോപ്പിട്ട തുണിയിൽ ബോട്ടിലെല്ലാം ഒന്ന് തുറച്ചെടുക്കുക, എന്നാലേ കരി പോകുള്ളൂ. അതിനുശേഷം നമ്മൾ പിന്നെ വേറൊരു തുണി ഇങ്ങനെ വെള്ളമാക്കിയിട്ട് ഒന്ന് തുറച്ചെടുക്കുമ്പം ബോട്ടിൽ സെറ്റ്. ഇതാ കണ്ടില്ലേ, അടിപൊളിയായി. അകത്തൊന്നും പറ്റിയിട്ടില്ല, കരി അകത്തെ സംഭവങ്ങൾ പിടിച്ചിട്ടുള്ളൂ. क्लीन हो गया। तो क्या बोला कार्टून? तो किसको फोन किया? मैसेज किया सबको. इसको ऊपर पानी तुम्हारा. ഇത് നമ്മുടെ കമ്പനി ട്രൈപ്പോഡാണ് കേട്ടോ. ഗ്യാസ് സിലിണ്ടറെല്ലാം ശരിയാക്കി വെച്ചു. അങ്ങനെ നമ്മളതാണ്ട് ഷൂ അടക്കം കഴുകി വെച്ചു ഗൈസ്. ഇവിടെ എല്ലാ സാധനങ്ങളാണ്. ഇതെല്ലാം നാളെ ഷിഫ്റ്റ് ആക്കണം. നാളെ രാവിലെ ഷിഫ്റ്റ് ആക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതാ ഷൂ എല്ലാം ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്, കഴുകി. ഇതുണ്ട്, പുറത്തെല്ലാം സാധനങ്ങളാണ്, എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. കണ്ടാ, അപ്പോൾ നാളെ രാവിലെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആവുന്നുണ്ട് ഞങ്ങൾ. പിന്നെ ഇത് അരിയാണ് ഗൈസ്. ഇത് ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ ഉടനെ എല്ലാം കൂടെ മേടിക്കാനുള്ള പൈസ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അരിയൊക്കെ താണ്ട് അകത്ത് കീസിലായതുകൊണ്ട് അരിയൊന്നും കത്തിയിട്ടില്ല. അരിക്കൊന്നും ഒരു കുഴപ്പമില്ല. അരി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ്. അപ്പോൾ അരിയൊക്കെ നമ്മൾ ഒരു കവറിലാക്കി മാറ്റുവാണ്.
കണ്ട, അരിക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇപ്പോൾ സമയം പള്ളി പോകാനുള്ള സമയമായി. അപ്പോൾ എല്ലാവരും കുളിക്കാനൊക്കെ കയറി. പണിക്കാരെ പറഞ്ഞു വിട്ടു. പണിക്കാരിനി 2 മണി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഇനിയും പണിയുണ്ട് കുറേ. എല്ലാം ഷിഫ്റ്റ് ആക്കണം നാളത്തേക്ക്. ഭയങ്കര വെയിലാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നാളെ വരാം.